നമസ്കാരം ബിഗ് ബോസ്. ഇന്നിപ്പോൾ നേരത്തെ ഒരു പ്രമോ ഇറങ്ങിയിരുന്നു ലാലേട്ടൻ്റെ. അത് പ്രവീണിനെ ഔട്ടാക്കിയ സംബന്ധിച്ചാണ്, നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അതേപോലെ തന്നെ ഇന്നിറങ്ങിയ മറ്റൊരു പ്രമോയാണ്. അനീഷിന് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടിരുന്നു. അതായത് വൈൽഡ് കാർഡ് വന്നപ്പോൾ ഉണ്ടാക്കിയൊരു സംഭവമാണ്. അതേപോലെ തന്നെ അക്ബറിന് ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. ഇവർക്ക് രണ്ടും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കുറേ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പെർഫോം ചെയ്തു. അന്നേരപ്പോഴും അവർക്ക് അവസരം കൊടുത്തു. പക്ഷേ അത് അവർക്ക് പെർഫോം ചെയ്തെങ്കിൽ പോലും അവർക്കത് മനഃപൂർവ്വമോ അല്ലാതെയോ ആയ കാരണങ്ങൾക്കാണ് അവർക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ലാലേട്ടൻ ഇന്ന് വീണ്ടും ഒരു അവസരം കൊടുക്കുന്നു. അതായത് കുറേ ശബ്ദങ്ങൾ കേൾക്കും. ആ കേട്ട ശബ്ദത്തിൽ അതിലെ ചിത്രങ്ങൾ അവിടെ ഒട്ടിച്ച് അവർ അങ്ങനെ ഒരു ഗെയിമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ രണ്ടുപേർക്കും കിട്ടുമോ ഒരാൾക്കേ കിട്ടുള്ളൂ എങ്ങനെയാണെന്ന് അറിയില്ല. രണ്ടുപേരും കൃത്യമായിട്ട് ഒട്ടിച്ച് രണ്ടുപേർക്കും ആ പവർ തിരിച്ചു കിട്ടുമായിരിക്കും. അങ്ങനെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അനുമോളെയും അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുന്നു. രണ്ടുപേരും രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് രണ്ട് കഥാപ്രസംഗങ്ങൾ 4 മിനിറ്റിൽ കൂടാത്ത കഥാപ്രസംഗങ്ങൾ ഉണ്ടാക്കണം. മറ്റ് എല്ലാവരും ബാക്കിയുള്ളവരെ എല്ലാം കൂടെ കൂട്ടി. അപ്പോൾ കൊട്ടാനും ഒക്കെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം വീട്ടിലെ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകമായും പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അവരെ ഒരു സിനിമ കാണിക്കാമെന്ന് പറയുന്നത് ബ്രോഡാഡി സിനിമയാണ് കാണിക്കുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞൊരു ഹിൻഡ് നമുക്ക് തന്നത്. ഇന്നിപ്പം കാണിക്കുന്ന വീഡിയോയിലൊക്കെ അതിൽ അവിടെ ഇവിടെയും പറഞ്ഞ് ഞാൻ എവിക്ഷനായി പോകും എന്നൊരു ഹിൻഡ് അതിൽ തന്നെ പറയുന്നുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് തന്നെ തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രകടനമൊക്കെ മോശമായി പോയെന്ന്. അപ്പം നൂറെ വിളിക്കുന്നുണ്ട് വിക്ഷ. അപ്പം ഇന്നലെ നൂറ പറഞ്ഞു പോലും എനിക്ക് കൺഫെഷൻ റൂമിൽ വരണമെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിക്കുന്നുണ്ട്. കൺഫെഷൻ റൂമിലേക്ക് നൂറെ വിളിക്കുന്നു. എന്താന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ പറയുന്നു, എനിക്ക് ഈ പറഞ്ഞ പോലെ ഇന്നലെ ഒട്ടും ഓക്കെ ആയിരുന്നില്ല ബിഗ് ബോസ്. അപ്പം ഇന്ന് ഓക്കെ ആണോ? ഇന്ന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നൂറയ്ക്ക് അപ്പം ഇന്നലെ അവർ തമ്മിലുള്ള സംസാരമൊക്കെ ഉണ്ട്. ഞാൻ പോവുമായിരിക്കും, അങ്ങനെയാ ഇങ്ങനെയാ. അവർക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് കൊടുത്ത പോലെ തോന്നി. അപ്പോൾ പോവുകയാണെങ്കിൽ ഇത് ഗെയിം കളിക്കാനല്ലേ വന്നത്, ശക്തിയായിട്ടിരിക്കും, പ്രതിസന്ധികൾ ഒത്തിരി വരും, അതൊക്കെ തരണം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കുറച്ച് ശക്തി കൊടുക്കുന്നുണ്ട് നൂറയ്ക്ക്. ഇല്ല ബിഗ് ബോസ് ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഹിൻഡ് ആദില പുറത്തു പോകും എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അവിടെ പുറത്തു പോകാൻ ആര്യനുണ്ട്, റേന ഫാത്തിമയുണ്ട്, അല്ലെങ്കിൽ ഒനിയിലുണ്ട്, അഭിലാഷുണ്ട്, ബിന്നിയുണ്ട്. ആർക്ക് വേണേലും ചാൻസ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു ഹിൻഡ് തരുമ്പോൾ ചിലപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരാളായിരിക്കും ചിലപ്പോൾ പോകുന്നത്. നമ്മളെ ഇങ്ങനെ വെച്ചാൽ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ തന്നെ ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം കളിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരു ഗെയിം. കാരണം നമ്മൾ പ്രവീൺ പോകുന്ന ഒരിക്കലും ചിന്തിച്ചില്ല. ഒന്നാമതേ വൈൽഡ് കാർഡായിട്ട് വന്നതേ ഉള്ളൂ. അത് തന്നെയല്ല പുള്ളി കാര്യങ്ങളൊക്കെ പഠിച്ച് കളിക്കാനൊക്കെ തുടങ്ങിയാണ്. അത്രയും പോലും ഇല്ലാത്ത സാബുമാനോടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത് അതൊരു വലിയ ഷോക്കായിരുന്നു. അതേപോലെ തന്നെ പുള്ളി തരുന്ന നമുക്ക് തരുന്ന ഒരു ഗെയിമാണോ എന്നറിയില്ല. എന്തായാലും ഇന്നറിയാം അതിലെയാണോ എവിക്ഷനായി പോകുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ, നമുക്ക് തന്ന ഒരു ഹിൻഡാണോ ഇതെന്നൊക്കെ നമുക്ക് പിന്നെ അറിയാം. ഇനിയും പ്ലാച്ചിയെ തിരിച്ചു കൊടുക്കുമോ അതും നമുക്കറിയാൻ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. വൈകിട്ടത്തെ എപ്പിസോഡ് മിസ്സാവാതെ കാണുക. നാളെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം